ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്രിലിക് പെയിൻറ്റിങ് യൂസ് ചെയ്യുന്ന ക്യാൻവാസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ലൈക്ക് നോർമൽ ക്യാൻവാസ്, നമ്മളെ ക്യാൻവാസ് ക്ലോത്ത് വാങ്ങി ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ സോഫാർ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ടൈലേഴ്സ് ക്ലോത്ത് അല്ലെങ്കിൽ കോളർ തുന്നാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞു തന്നത് നമ്മളെ ഫാമിലിയിലൊരു മെമ്പറാണ്. നമ്മൾ വീഡിയോ സെക്ഷനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഫ്രണ്ടിൻ്റെ കുറച്ച് ആർട്ട് വർക്ക്സ് കാണാം. സൽമാനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ലൈക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിക്ക്. സോ അവൻ്റെ വർക്ക്സ് അടിപൊളി വർക്ക്സ് ആട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ആദ്യം വിചാരിച്ച പ്രിൻറ്റഡ് ആണ് എന്ന് വിചാരിച്ചു, പക്ഷെ അല്ല, കംപ്ലീറ്റ് ഹാൻഡ് പെയിൻറ്റഡ് വർക്ക്സ് ആണ്. സലോ ആർട്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ പേജ്, അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുള്ളി പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ, പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ റേറ്റ് എന്തൊക്കെയാണ് ഇത് യൂസ് ചെയ്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയുള്ളത് നമുക്ക് വീഡിയോൻ്റെ ബാക്കി സെക്ഷനിൽ കാണാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് മെറ്റീരിയൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഷുഗർ എന്നാണ് ഇവിടുത്തെ ഷോപ്പിൽ പറയുന്നത്. ലൈക്ക് പേപ്പർ ഷുഗർ ഉണ്ട്, നോർമൽ ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഷുഗർ എന്നാണ് ഇതിന് പറയുന്നത്. ബക്രം എന്ന് പറയുന്നത്, ബക്രം പേപ്പർ, ബക്രം ക്ലോത്ത് എന്ന് പറയുന്നവരുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ടൈലേഴ്സൊക്കെ കോളറിനൊക്കെ സ്റ്റിഫാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കട്ടി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇതിൻ്റെ പേപ്പറും ഉണ്ട്, ക്ലോത്തും ഉണ്ട്. അപ്പോൾ പേപ്പർ ഞാൻ വിചാരിച്ചു ഒരുപാട് ചീപ്പാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് കോട്ടൺ ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ക്യാൻവാസ് ആണ്. അപ്പം ഇതിൻ്റെ അത്ര കട്ടിയില്ല ഇത് ഭയങ്കര നൈസാണ്, ഭയങ്കര തിന്നാണ്. ക്യാൻവാസ് അങ്ങനെയല്ല, ക്യാൻവാസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. പ്രൈംഡും കൂടി ആണെങ്കിൽ നല്ല കട്ടിയുണ്ട്. അപ്പം അതിൻ്റെ ഒരു സൈഡ് ക്ലോത്ത് പോലെ, മുകളിൽ ഇത് പ്രൈംഡ് ആയിട്ടുള്ളതിനെ കൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ക്യാൻവാസ് അങ്ങനെ വൈറ്റ് കളറായി നിൽക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഒരു സൈഡ് ക്ലോത്ത് പോലെ കുറച്ച് റഫായിട്ടാണുള്ളത്, മറ്റേ സൈഡ് കുറച്ചൊരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലേസിങ് ഉള്ള സൈഡാണ്. കുറച്ച് തിളക്കമുണ്ട് അതിൻ്റെ ലൈറ്റ് വീഴുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 60-80 റേഞ്ചിലാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് 60 എന്ന് പറയുമ്പം കുറച്ച് ചീപ്പായിട്ടുള്ള, അതിൻ്റെ റേറ്റ് കൂടുന്ന വെച്ചാൽ കുറച്ചും കൂടി ഇതിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി എന്നുള്ള രീതിക്ക്. അപ്പം നോർമൽ ക്യാൻവാസ് നമ്മൾ വാങ്ങുന്ന ക്യാൻവാസ് ക്ലോത്ത് വാങ്ങുന്നതിൽ എത്രയോ വില കുറവാണ് ഇതിന്. അപ്പോൾ ഈ 60-80 എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് ആട്ടോ, മീറ്ററിന് 60 എന്നുള്ള രീതിക്കാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ പാനലാക്കുന്നതെന്ന് നോക്കാം. പാനലാക്കുന്നതിൻ്റെ ഒരു വീഡിയോ, ക്യാൻവാസ് പാനൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഇത് ക്യാൻവാസ് അല്ല, അത് DIY പാനലാണ്. നമുക്ക് ക്യാൻവാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് ജസ്റ്റ് നോർമൽ, ഇത് ബുക്കിൻ്റെ ചട്ടയാണ്, കാർഡ്ബോർഡാണ്, ബോക്സിൻ്റെ അല്ല, ബുക്കിൻ്റെ ചട്ടയില്ല, നല്ല കട്ടിയുള്ള കാർഡ്ബോർഡാണ്. അപ്പം അതിനെ ഞാൻ ജസ്റ്റ് 3 പീസാക്കിയെന്നേ ഉള്ളൂ. ഇതിന് ജസ്റ്റ് നമുക്ക് 3 പീസാക്കിയിട്ടുള്ള പെയിൻറ്റിങ്സ് ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പം ഇതിനകത്തേക്ക് ഇതിൻ്റെ ഈ സൈസിന് കുറച്ച് ബോർഡറിൽ കുറച്ചധികം വിട്ടതിന് ശേഷം നമുക്ക് ഈ മെറ്റീരിയൽ വെട്ടിയെടുക്കാം. ഓക്കെ, അത് 3 പീസാക്കി ഇതേപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബോർഡ് ആക്കുന്നതെന്നൊന്നും കൂടി നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബോർഡിൻ്റെ ഒരു സൈഡ് ബ്ലൂവും ഒരു സൈഡ് വൈറ്റുമാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ ആക്ച്വലി ഭയങ്കര തിന്നാണ്, അപ്പോൾ സീ ത്രൂ പോലെയാണ്, കുറച്ചൊരു ഉള്ളിലേക്ക് കാണുന്ന പോലെയാണ്. പക്ഷേ ആക്ച്വൽ ക്യാൻവാസ് അങ്ങനെയല്ല കേട്ടോ. ആക്ച്വൽ ക്യാൻവാസ് ഭയങ്കര തിക്കാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണുമോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ഇത് ഭയങ്കര നൈസാണ്, അതുകൊണ്ടാണ് ബോർഡിലേക്ക് ആക്കുന്നത് തന്നെ. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോൻ്റെ തേർഡ് ഹാഫിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക, അതിനകത്ത് കംപ്ലീറ്റ് എക്സ്പെരിമെൻറ്റും എക്സ്പ്ലനേഷനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെവിക്കോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്മൂത്തായിട്ട് കേട്ടോ, ഈവൻ ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. അവിടെയും ഇവിടെയും പൊങ്ങി നിൽക്കുകയോ എക്സസീവായിട്ട് ഒന്നും പാടില്ല. എക്സസീവായിട്ട് ഗ്ലൂ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയണം കേട്ടോ. ഇത് ഈവൻലി ഒരേപോലെ എന്നുള്ള രീതിക്ക് വേണം അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്ലാസ്റ്റിക് നൈഫിൻ്റെ കൂടെ ആ ഒരു സെറ്റിൽ കിട്ടുന്ന ഒരു നൈഫാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് ഫുൾ അതൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഈ ക്ലോത്തിൻ്റെ
സോഫ്റ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഗ്ലേസിംഗ് ഉള്ള സൈഡ് എന്ന് പറഞ്ഞില്ലേ, ആ സൈഡാണ് നമ്മൾ അകത്തേക്ക് അല്ലെങ്കിൽ ഗ്ലൂ ഒട്ടിക്കുന്നത് കേട്ടോ. കുറച്ച് റഫായിട്ടുള്ള സൈഡാണ് പുറമേക്ക് കാണിക്കുന്നത്. അപ്പം നമ്മളത് നല്ല വൃത്തിക്ക് ഒട്ടിക്കുക. അതിന് ശേഷം ഇതിൻ്റെ 4 കോർണർ ഇതുപോലെ വെട്ടുക. നിങ്ങൾക്ക് ഇതുപോലെ വേണേൽ ഇതുപോലെ വെട്ടാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ പോലെ മടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങൾ ഓപ്ഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് 4 കോർണർ അതേ നേരത്തെ പോലെ തന്നെ സ്മൂത്തായിട്ട് ഈവൻലി വേണം ഗ്ലൂ തേക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് കുറച്ച് പോറസ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്ലൂ അവിടെ അല്ലെങ്കിൽ തിക്കായിട്ട് അവിടെ ഗ്ലൂ വന്നു കഴിഞ്ഞാൽ ഈ വീവിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലൂ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈവൻലി നിങ്ങൾ ഒരുപാടൊന്നും എക്സസീവ് അല്ലാത്ത രീതിക്ക് നല്ലപോലെ സ്പ്രെഡായിട്ട് ഗ്ലൂ ആക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് 4 സൈഡും നല്ലപോലെ ഒട്ടിക്കുക. അപ്പോൾ ഇത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ 3 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഓൾറെഡി ഞാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ ക്യാൻവാസൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ ക്ലിപ്പ് ചെയ്ത് വെച്ച് ചെയ്യാം. ഇത് ഭയങ്കര ചെറുതായതിനെ കൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടി വലിയൊരു സൈസ് ഉണ്ട്. ഇത് ക്യാൻവാസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിപ്പ് ഊരിയിട്ട്, ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ലേ തിന്നായിട്ടുള്ള മെറ്റീരിയൽ അതിനെക്കൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒട്ടുന്നുണ്ട്. പക്ഷേ ക്യാൻവാസ് അങ്ങനെയല്ല. ക്യാൻവാസ് കുറച്ചും കൂടി കട്ടിയുള്ള അതിനെക്കൊണ്ട് നമ്മൾ കാര്യമായിട്ടുള്ള വെയിറ്റ് എന്തെങ്കിലും വെക്കണം. അപ്പോൾ ക്യാൻവാസിന് എങ്ങനെയാണ് നിങ്ങൾ ഒരു പാനലാക്കുന്നത് അല്ലെങ്കിൽ ബോർഡ് ആക്കുന്നത് എന്നുള്ള വീഡിയോ അത് നിങ്ങൾ അത് പോയി കാണുക. ഇത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള മെറ്റീരിയലിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറ്റേത് 2 ഓൾമോസ്റ്റ് ഡ്രൈ ആയി സെറ്റായിട്ടുണ്ട്. ഇത് ഇനി സെറ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാം കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്യാൻവാസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് കുറച്ചും കൂടി നീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം. വൈറ്റ് കളർ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ A4 ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട സൈസിലേക്ക് കുറച്ച് അകത്തേക്കാക്കിയിട്ട് ഉള്ളൊരു പീസാക്കണം ബോർഡർ, കാരണം നമുക്ക് ഒട്ടിക്കണമെങ്കിലുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഗ്ലൂ കൊണ്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. ഞാൻ പക്ഷേ ഇവിടെ മാസ്ക് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് ഒരു വൃത്തിയായിട്ട് അങ്ങനെ ഈവൻലി നിൽക്കണം എന്നുള്ളതിനെ കൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാസ്ക് ടേപ്പ് വെച്ചിട്ട് 4 കോർണറും ഒട്ടിക്കുക. എന്നുവെച്ചാൽ ഗ്ലൂ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സൈഡൊക്കെ ഇങ്ങനെ A4 ഷീറ്റും ഗ്ലൂ അല്ലേ, ചിലപ്പോൾ നമ്മൾ ഈവൻലി അങ്ങനെ ഗ്ലൂ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞു പോരാൻ തുടങ്ങും. അപ്പം അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 4 സൈഡും ജസ്റ്റ് നല്ല ഫേമായി നിൽക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇപ്പം കണ്ടോ, മാസ്ക് ഇങ്ങനെ ചെയ്തത് കുറച്ചും കൂടി വൃത്തിയില്ലേ മറ്റേതിനെക്കാട്ടും കാണാൻ. അപ്പോൾ കാണാനുള്ളൊരു വിഷ്വൽ ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വാങ്ങുന്ന പാനലാണ്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 100-150 റേറ്റിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പം പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് മുന്നത്തെ വീഡിയോയിൽ ക്യാൻവാസിനെ കൊണ്ട് ഉണ്ടാക്കിയ പാനലാണിത്. ഇത് കണ്ടോ, അന്ന് ഉണ്ടാക്കിയതാണ്. അത് ഓൾമോസ്റ്റ് 1 ഇയർ ബാക്ക് ഉണ്ടാക്കിയതാണ്. ഇതിനൊരു പ്രശ്നം പറ്റിയിട്ടില്ല. നല്ലപോലെ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ വാങ്ങുന്ന സാധനം പോലെ തന്നെ നല്ല ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൂഫായിട്ട് എനിക്ക് അതും കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് കേട്ടോ കാണിച്ചു തന്നെ. അപ്പോൾ നമുക്കിത് ഫെർദർ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 സർഫേസസ്, അതായത് A4 ഷീറ്റ്, ഡ്രോയിങ് ഷീറ്റ്, വാട്ടർ കളർ പേപ്പർ, ക്യാൻവാസിൻ്റെ ക്ലോത്ത്, റോ ക്ലോത്ത്, ഇങ്ങനെ 5 എണ്ണം നമ്മൾ ഓൾറെഡി എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ മെറ്റീരിയൽ ഷുഗർ അല്ലെങ്കിൽ ബക്രം എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ബ്ലെൻഡിങ് ആണ്. മറ്റേതിൽ നമ്മൾ വാട്ടർ കളറും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ വാട്ടർ കളർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാൻവാസിൽ വാട്ടർ കളർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ അന്നേ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിവിടെ ആക്രിലിക് മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ബ്ലെൻഡിങ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന മെറ്റീരിയലിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലേസിംഗ് ഉള്ള സൈഡാണ്. അപ്പം ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്.
ഈ ഒരു മെറ്റീരിയലിൽ ഈ സൈഡ് ഗ്ലേസിങ്ങുള്ള സൈഡ് യൂസ് ചെയ്യുകയാണെങ്കിലും വലിയ ഇഷ്യൂ ഒന്നും കാണുന്നില്ല, കാരണം അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് ആവുന്നുണ്ട്. പക്ഷേ ഈ മെറ്റീരിയൽ ഭയങ്കര തിന്നാണെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പെയിൻറ്റ് ആക്ച്വലി അടിയിലാവും. പക്ഷെ നമ്മൾ നോർമൽ ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂവേ വരുന്നില്ല, കാരണം അതിൻ്റെ അത്ര തിക്നെസ്സും ഓൾറെഡി ജെസോ പ്രൈംഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പോറസും കംപ്ലീറ്റ് സാധനം സ്റ്റിഫാക്കി ഫുൾ കവേർഡാക്കി പ്രൊട്ടക്റ്റ് ആക്കി വെക്കും. അതായത് തുണിയും പെയിൻറ്റും തമ്മിൽ വലിയ കോൺടാക്റ്റ് വരില്ല. ആ രീതിക്കാണ് ശരിക്കുള്ള പ്രൈംഡ് ക്യാൻവാസ് വരുന്നത്. പക്ഷേ ഈ മെറ്റീരിയലിന് ഭയങ്കര പോറസ് ആണ്. നമ്മൾ പിന്നെ പ്രൈമും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വാങ്ങുന്ന എങ്ങനെ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മറ്റേ സൈഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് കുറച്ചൊരു റഫ് ആയിട്ടുള്ളൊരു സൈഡുണ്ട്, അതായത് ക്ലോത്ത് പോലത്തെ ഒരു സൈഡുണ്ട്, അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ആക്ച്വലി എന്താ പറയുക, ചെയ്ത് നോക്കിയിട്ട് ശരിക്കും നല്ലതാട്ടോ. മറ്റേ സൈഡിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി നന്നായി, അല്ലെങ്കിൽ നമുക്ക് ഗ്രിപ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലപോലെ ബ്ലെൻഡ് ആയതും ഒരു ടെക്സ്ചർ ഡിഫറൻസ് ഇല്ലാതെ ക്യാൻവാസിലുള്ള പോലെ തന്നെ വന്നത് ആ ഒരു സൈഡിലാണ്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂട്ടി അടിച്ചു നോക്കി, പക്ഷേ 2 കേസസിലും ബോർഡിലേക്ക് ആവുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ പാനൽ ഫോമിലാക്കിയിട്ടേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി നോക്കി, അതായത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടോയെന്ന്. പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നില്ല, വീണ്ടും പെയിൻറ്റ് ആക്കിയിട്ട് ബ്ലെൻഡ് ആക്കാവുന്നേ ഉള്ളൂ. നോർമൽ ക്യാൻവാസിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലും വർക്ക് ചെയ്യാം. വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്ലേസിംഗ് ഉള്ള സൈഡും റഫ് ആയിട്ടുള്ള ക്ലോത്ത് പോലൊരു സൈഡാണുള്ളത് ഇതിനുള്ളത്. പക്ഷേ ഗ്ലേസിംഗ് ഉള്ള സൈഡിൻ്റെ മുകളിൽ കണ്ടോ ഒരുമാതിരി ഇങ്ങനെ സ്പോട്ട് കുത്തു പോലെ വന്നു. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് ശരിക്കും പുറത്തേക്ക് കാണുന്ന പോലെ വന്നു. പക്ഷേ ക്ലോത്തിനകത്ത് അങ്ങനെ വന്നില്ല, കണ്ടോ ഇത് കണ്ടോ കുറേ കുത്തു പോലെ വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ്, ഇതിനകത്ത് അങ്ങനെ വന്നില്ല. ഓൾമോസ്റ്റ് ക്യാൻവാസിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിനകത്തും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലോസ് വ്യൂ കാണിച്ചു തരാം. പെയിൻറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് ആവുന്നത്, പക്ഷേ കണ്ടോ ക്യാൻവാസിനാവുന്നില്ല, പക്ഷേ റോ ക്ലോത്തിലാണ് അങ്ങനെ ആവുന്നത്. അതേ ഒരു റോ ക്ലോത്തിൽ എങ്ങനെയാണോ അതേ റിസൾട്ടാണ് ഈ ബക്രം പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ഷുഗർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റിഫനർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാനൽ ഫോമിലാക്കിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്താവും നമ്മളെ ഡ്രോയിങ് ബോർഡിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് ആവും. അപ്പം നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിക്കേണ്ടായിരുന്നു നമുക്ക് A4 ഷീറ്റിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പക്ഷേ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതാക്കി തരാം. കണ്ടോ നമ്മൾ ആക്രിലിക് A4 ഷീറ്റിൽ പെയിൻറ്റ് ചെയ്തപ്പം ആക്രിലിക്കിന് അതിങ്ങനെ ഒരുമാതിരി വേറെ കളർ ഷെയ്ഡ് പാച്ചസ് വന്നു, പക്ഷേ ഡ്രോയിങ് ഷീറ്റ് ചെയ്തപ്പോൾ അത് വന്നില്ല. അതുകൊണ്ടാണ് A4 ഷീറ്റ് യൂസ് ചെയ്യാതെ ഡ്രോയിങ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. മിനിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഡ്രോയിങ് ഷീറ്റെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് ഇത് ക്ലാസ്മേറ്റിൻ്റെ ഡ്രോയിങ് ബുക്കിലെ പേജ് ആട്ടോ, അല്ലാണ്ട് ഷീറ്റായിട്ട് നിങ്ങൾ വേറെ വാങ്ങാനൊന്നും പോകണ്ട. നോർമൽ ഡ്രോയിങ് ബുക്കെങ്കിലും യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ക്യാൻവാസ് അഫോർഡബിൾ അല്ലാത്തവർക്ക് ഇത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളിത് വാങ്ങി നോക്കുക. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സെറ്റിൽ ആകുമ്പം നിങ്ങൾ വാങ്ങി നോക്കുക, ട്രൈ ചെയ്യുക. ഹാപ്പി പെയിൻറ്റിങ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. അയ്യോ പറയാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.